عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. قال الله تعالى في محكم تنزيله: كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة. وقال صادق المصدوق النبي صلى الله عليه وسلم: كن في الدنيا كأنك غريب أو عابر سبيل وعد نفسك من أصحاب القبور. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എനിക്കേറ്റവും പ്രിയം നിറഞ്ഞ സഹപാഠി സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിന്നത് മരണം എന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കുവാൻ വേണ്ടിയാണ്. അതിനെനിക്ക് തൗഫീക്ക് നൽകിയ പ്രപഞ്ച പരിപാലകനെ ഞാൻ ആദ്യമായി വാഴ്ത്തുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വഫീ കുല്ലി മഖാം. സഹോദരങ്ങളെ, മനുഷ്യൻ ലോകത്തേക്ക് പിറന്നു വീണത് സ്വതന്ത്രനായിട്ടായിരിക്കാം. പക്ഷേ ഒരിക്കലും പൊട്ടാത്ത രണ്ട് ചങ്ങലക്കണ്ണികൾ അല്ലാഹു തആല അവന്റെ കീഴിൽ പടച്ചു വെച്ചിട്ടുണ്ട്. അവന്റെ ജീവിതത്തിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും, അഥവാ ഗർഭപാത്രവും കബറിടവും എന്ന ഇരുളിന്റെ രണ്ട് പാർപ്പിടങ്ങൾ. ഒരുത്തനും അല്ലാഹുവിന്റെ അനുവാദം കൂടാതെ അവന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നും ഈ ഭൂമുഖത്തേക്കെത്താൻ സാധിക്കയില്ല എന്നതുപോലെ ഒരുത്തനും അല്ലാഹുവിന്റെ അനുവാദം കൂടാതെ കബറിന്റെ ഇരുളറയിൽ നിന്നും പുറത്തു വരാൻ സാധിക്കയില്ല. ഒരിക്കലൊരു സഹാബി വര്യൻ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിക്കുകയുണ്ടായി: ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ, ഒരു മനുഷ്യന്റെ ഹൃത്തടത്തിൽ അല്ലാഹുവിന്റെ പ്രകാശം കടന്നിട്ടുണ്ട് എന്നതിന് വല്ല തെളിവുമുണ്ടോ റസൂലേ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയുണ്ടായി: അത്തജാഫി അൻദാരിൽ ഖുറൂർ വൽ ഇനാബതു ഇലാ ദാരിൽ ഖുലൂദ് വൽ ഇസ്തിഅദാദു ലിൽ മൗത്ത് ഖബ്ല നുസൂലിൽ മൗത്ത്. ഒരു മനുഷ്യൻ ദുനിയാവിനെ തൊട്ട് പൂർണ്ണമായി ത്യജിക്കുകയും ആഖിറത്തിലേക്ക് വേണ്ടി അവന്റെ മുഴുവൻ കാര്യങ്ങളെ നീക്കിവെക്കുകയും മരണമെത്തുന്നതിന് മുമ്പ് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ പ്രകാശം കടന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ തന്റെ ഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി: വമൻ ഫഖറ മൻ ഖുലിക മിൻ തുറാബ് സുമ്മ ഇല തുറാബി യഊദു വയഅകുലുഹു ദൂദ് സുമ്മ ഹുവൽ യൗമ ഹയ്യുൻ വഗദൻ മയ്യിത്തുൻ. ഇന്ന് ജീവനുള്ളവനാണെങ്കിലും നാളെ മരിക്കാനുള്ള മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട മണ്ണിലേക്ക് തന്നെ മടക്കപ്പെടുന്ന, അവനെ തിന്നാൻ അവന്റെ കബറിൽ പുഴുക്കൾ നിരയായി നിൽക്കുന്ന ഇത്രമാത്രം ദുർഗതിയെത്താനുള്ള ഒരു മനുഷ്യനെങ്ങനെ നശ്വരമായ ദുനിയാവിൽ വെച്ച് അഹങ്കരിക്കാൻ സാധിക്കുന്നു? കിസ്റ കൈസറിന്റെ കോട്ടകൊത്തളങ്ങൾ ഒന്നടങ്കം വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെ ദുന്യവിയായ കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ ഒരടിമയെ തന്നെ നിയമിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു താടിരോമം നരച്ച സമയത്ത് ആ അടിമയെ കൊണ്ട് വിളിച്ചു പറയുന്നു: ഇനി നീ എന്നെ മരണത്തെ ഓർമ്മിപ്പിക്കേണ്ടതില്ല, കാരണം എന്റെ ഒരു താടിരോമം നരച്ചത് മരണത്തിലേക്കുള്ള ഏറ്റവും വലിയ അടയാളമായി ഞാൻ കാണുന്നു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മഹ്ശറ വൻ സഭയിലെ ചൂടിനെ പറ്റി പറയുമ്പോൾ ദുഃഖിക്കുന്നില്ല, നരകത്തിലെ വൻ ശിക്ഷയെപ്പറ്റി പറയുമ്പോൾ സങ്കടപ്പെടുന്നില്ല. പക്ഷേ ഖബറെന്ന് കേട്ടാൽ അദ്ദേഹം പൊട്ടി കരയുമായിരുന്നു. ഇതുകൊണ്ട് സ്വഹാബാക്കളും നടക്കും അദ്ദേഹത്തിന്റെ തിരുസന്നിധിയിൽ വന്നുകൊണ്ട് ചോദിക്കുകയുണ്ടായി: ഉസ്മാൻ തങ്ങളെ, താങ്കൾ മഹ്ശറയിലെ വൻ ചൂടിനെ പറ്റി പറയുമ്പോൾ ദുഃഖിക്കുന്നില്ല, അതുപോലെ തന്നെ നരകത്തിലെ ശിക്ഷയെപ്പറ്റി പറയുമ്പോൾ ദുഃഖിക്കുന്നില്ല, പക്ഷേ ഖബറെന്ന് കേട്ടാൽ താങ്കൾ എന്താണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മറുപടി പറയുകയുണ്ടായി: സഹോദരങ്ങളെ, മഹ്ശറ വൻ സഭയിൽ ഞാൻ തനിച്ചാവുകയില്ല, അല്ലാഹുവിന്റെ അദാബായ നരകത്തിലാവുകയാണെങ്കിലും ഞാൻ തനിച്ചാവുകയില്ല, പക്ഷേ എന്റെ ഖബറിൽ ഞാൻ തനിച്ചാണല്ലോ എന്നാലോചിച്ചു കൊണ്ടാണ് ഞാൻ കരയുന്നത്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിക്കുന്നു: അക്സിറൂ ദിക്റ ഹാദിമിൽ ലസാത്ത്, സകല സൗഖ്യത്തെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ മറക്കാതിരിക്കുക. സഹോദരങ്ങളെ, നമുക്ക് സുപരിചിതമാണല്ലോ നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം. ഒരിക്കൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി: റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തഅവീലിൽ അഹാദീസ് ഫാത്തിറ അസ്സമാവാതി വൽ അർളി അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ.
അല്ലാഹുവേ നീ എനിക്ക് രാജാധികാരം തന്നു, സകല സ്വപ്നത്തെയും മനസ്സിലാക്കാനുള്ള, അതിന്റെ വ്യാഖ്യാനത്തെ മനസ്സിലാക്കാനുള്ള ഒരു ശക്തി നീ എനിക്ക് തന്നു. നീ ദുന്യവിയും മുഹ്റവിയുമായ സകല കാര്യത്തിന്റെ മേലിലും ആധിപത്യം ചെലുത്തിയവനാണ്. എനിക്ക് നിന്നോടൊരു കാര്യം മാത്രമേ തേടാനുള്ളൂ. തവഫനി മുസ്ലിമം വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്നെ നീ മരിപ്പിക്കുന്ന സമയത്ത് ഒരു മുസ്ലിമായി മരിപ്പിക്കണമേ, നിന്റെ സച്ചരിതരുടെ കൂട്ടത്തിൽ എന്നെ നീ ചേർക്കണമേ. ചിന്തിക്കണം സഹോദരങ്ങളെ, നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമാണ് മരണത്തെ ഇത്രമാത്രം ഭയപ്പാടോടെ കണ്ടിരുന്നത്. മാത്രമല്ല മരണത്തിന് അസഹ്യമായ വേദനയാണ്. കാരണം ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വഫാത്തിന്റെ വേളയിൽ ഉരുവിടുകയുണ്ടായി, ഇന്നലിൽ മൗതില സകറാത്ത്, മരണത്തിന് അസഹ്യമായ വേദനയാണ്. ചിന്തിക്കണം സഹോദരങ്ങളെ, മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സകലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ ഉജ്മി. അറബികളുടെയും അനറബികളുടെയും ജിന്നുകളുടെയും മനുഷ്യകുലത്തിന്റെയും ഇരുലോകത്തിന്റെയും നേതാവായ, സകല പാപത്തിൽ നിന്നും മുക്തനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ മരണത്തിന് അസഹ്യമായ വേദനയുണ്ടെങ്കിൽ സകല തെറ്റിന്റെ മേലിലും സുസ്ഥിരരായി ജീവിക്കുന്ന നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പാടുകയുണ്ടായി, കുല്ലുംരിഇൻ മുസബ്ബിഹും ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ സിറാഖി നഅലിഹി. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിൽ പുലർന്നുകൊണ്ട് പരസ്പരം സംഭാഷണങ്ങൾ നടത്തുമ്പോൾ നിങ്ങളെല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമാണ്, മരണം നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ നിങ്ങളോട് വളരെയധികം അടുത്തതാണ്. സഹോദരങ്ങളെ, തന്റെ വീട്ടുമുറ്റത്ത് കബർ കുഴിച്ചുകൊണ്ട് അതിൽ കിടന്ന് ഖുർആൻ പാരായണം ചെയ്ത് തന്റെ ശരീരത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചെടുക്കാനായിരുന്നു നമ്മുടെ മുൻഗാമികൾ ശ്രമിച്ചത്. റബീഅ ഇബ്നു ഹൈസം എന്ന മഹാൻ ദുശ്ചിന്തകൾ കുമിഞ്ഞുകൂടിയ ഹൃദയം കഠിനമായി അനുഭവപ്പെടുമ്പോൾ തനിക്ക് വേണ്ടി തന്റെ വീട്ടുമുറ്റത്ത് കുഴിക്കപ്പെട്ട കബറിൽ ഇറങ്ങിക്കൊണ്ട് ദീർഘനേരം അദ്ദേഹം പ്രാർത്ഥിക്കുമത്രേ, നാഥാ നീ എന്നെ ഒന്നുകൂടി ദുനിയാവിലേക്ക് മടക്കണമേ, ഞാൻ നല്ലവനായി അമല് ചെയ്തു കൊള്ളാം. ആലോചിക്കണം സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികളൊക്കെ എത്രമാത്രം മരണത്തെ ആലോചിച്ചിരുന്നു. ഒരു കവി പാടുകയുണ്ടായി, വമൽ മൗതു ഇല്ലാ സാരിഖുൻ ദക്ക ശഖ്സുഹു യസൂലു ബിലാ ഖഫ്ഫിൻ വയസ്ആ ബിലാ റിജ്ലി. കാലുകളില്ലാതെ സഞ്ചരിക്കുന്നതും കൈകളില്ലാതെ പിടിച്ചടക്കുന്നതുമായ ഒരു സൂക്ഷ്മമായ തസ്കര വീരനാണ് യഥാർത്ഥത്തിൽ മരണം. അതുകൊണ്ട് തന്നെ മരണം ഏത് സമയത്താണ് നമ്മിലേക്ക് ആഗതമാകുക എന്നത് ഒരുത്തനും മുൻകൂട്ടി പ്രവചിക്കൽ അസാധ്യം തന്നെ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പ്രഖ്യാപിക്കുകയുണ്ടായി, വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. ഒരു മനുഷ്യനും ഞാൻ നാളെ എന്ത് ചെയ്യുമെന്നോ ഞാൻ എവിടെ വെച്ച് മരണപ്പെടുമെന്നോ മുൻകൂട്ടി പ്രവചിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ സമുദായത്തോട് പറഞ്ഞത്, കുൻ ഫി ദുനിയാ കഅന്നക ഗരീബൻ ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. നീ ദുനിയാവിൽ ഒരു വിദേശിയെ പോലെയാകണം. നിന്റെ സ്വദേശമായ ആഖിറത്തിൽ നിന്നും ഈ ദുനിയാവിലേക്ക് നീ ഒരു സഞ്ചാരത്തിന് വേണ്ടി വന്നതാണ്. നിന്റെ ഈ യാത്ര അവസാനിപ്പിച്ചുകൊണ്ട് നിന്റെ യഥാർത്ഥ നാടായ ആഖിറത്തിലേക്ക് തന്നെ നീ മടങ്ങേണ്ടതുണ്ട്. വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. നിന്റെ സ്വശരീരത്തെ നീ അങ്ങ് പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കബറാളികളുടെ കൂട്ടത്തിൽ നീ എണ്ണിച്ചിട്ടപ്പെടുത്തിക്കോ. അത്രമാത്രം ഗ്യാരണ്ടി ഇല്ലാത്ത വസ്തുവാണ് ഒരു മനുഷ്യായുസ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ഏതൊരു ശരീരവും, നമ്മുടെ ശരീരവും മരണത്തെ രുചിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ മരണപ്പെടുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനോടുകൂടി മരിക്കുവാൻ നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ എന്റെ പ്രസംഗത്തിന് ഞാൻ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി